Hey guys, this is Sajil Latif and welcome back to another episode of Sajil's Tech Center. So, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ബിസിനസ് കാർഡ് ക്രിയേഷൻ സർവീസ് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഫ്രീലാൻസിങ് വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. സോ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ബിസിനസ് കാർഡ് നമുക്ക് എങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിലെങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്. വളരെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ബിസിനസ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോഷോപ്പിൽ എങ്ങനെ ആ എഡിറ്റിംഗ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അതിനി കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണിത്. അതായത് ആ ഒരു സർവീസ് ബിസിനസ് കാർഡ് ക്രിയേഷൻ സർവീസ് നമുക്കെങ്ങനെ 5 സ്കിഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സർവീസാണ് ഈ ബിസിനസ് കാർഡ് അല്ലെങ്കിൽ ഗ്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ. ഇപ്പൊ മറ്റൊരു ജോബും ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ അറിയില്ല എന്നുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ് ഈ ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്നത്. അതിന്റെ കീഴിൽ ഒരുപാട് സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. ഫ്ലയർ ഡിസൈൻ അല്ലെങ്കിൽ പോസ്റ്റർ ഡിസൈൻ, ബിസിനസ് കാർഡ്, ഫേസ്ബുക്ക് കവർ പേജ്, യൂട്യൂബ് ചാനൽ ആർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് 100% ലീഗലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെംപ്ലേറ്റ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ക്ലയന്റിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് കൂടിയാണിത്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ ഒരു ബിസിനസ് കാർഡ് സർവീസ് നിങ്ങൾക്ക് ഫ്രീലാൻസിംഗ് വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ബിസിനസ് കാർഡിലൂടെ നമുക്ക് എങ്ങനെ ഒരു വരുമാനം നേടാം എന്നുള്ളതിനെ കുറിച്ചൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. അപ്പോൾ 5 സ്കിഡിൽ എങ്ങനെ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ അതിനു മുമ്പ് ചെയ്തിരുന്നു, നമ്മുടെ ചാനലിലുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബിസിനസ് കാർഡ് ക്രിയേഷനിലൂടെ ഇതിൽ വരുമാനം നേടുന്ന ആളുകളുടെ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബിസിനസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ബിസിനസ് കാർഡിൻ്റെ ഒരുപാട് കാറ്റഗറീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഈ സെയിം സർവീസ് തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ഫ്രീലാൻസിങ് സൈറ്റുകളിലെല്ലാം ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഫൈവർ, അപ്വർക്ക്, ട്രൂലാൻസർ പോലുള്ള എല്ലാ സൈറ്റുകളിലും, guru.com മുതലായ സൈറ്റുകളിലെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഏറ്റവും പെട്ടെന്ന് വർക്ക് കിട്ടാൻ സാധിക്കുന്നത് ഒന്നില്ലെങ്കിൽ 5 സ്കിഡ് അല്ലെങ്കിൽ ഫൈവർ ആണ്. അപ്പോൾ ആ 2 വെബ്സൈറ്റും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ബിസിനസ് കാർഡ് കാറ്റഗറി എടുക്കുമ്പോൾ തന്നെ ഒരുപാട് സെല്ലേഴ്സിൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിനൊക്കെ കിട്ടിയിരിക്കുന്ന റിവ്യൂസ് നിങ്ങൾക്ക് കാണാം. 1583 റിവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 3000 വർക്കോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 434 റിവ്യൂസ് എല്ലാം. അപ്പോൾ അത്യാവശ്യം വർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സൈറ്റ് തന്നെയാണ് ഈ 5 സ്കിഡ് എന്ന് പറയുന്നതും. അതായത് ഗ്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾക്ക് ഇതുപോലുള്ള ബിസിനസ് കാർഡ്, ഫ്ലയർ ക്രിയേഷനെല്ലാം. അപ്പോൾ ഇതിൽ അക്കൗണ്ട് ഇല്ലാത്തവർ ഇതിൽ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇതിൽ ഓൾറെഡി അക്കൗണ്ട് ഉള്ള കാരണം ഞാൻ ഇപ്പോൾ ലോഗിൻ ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം ഏതെങ്കിലും ഒരു ബിസിനസ് കാർഡ് ക്രിയേറ്ററിൻ്റെ അക്കൗണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക. ഏകദേശം ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഈ സർവീസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏറ്റവും സെയിൽസ് ഉള്ള ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് തന്നെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, കറാച്ചി പാകിസ്ഥാനിലുള്ള ഒരാളാണ്, പ്രോ സെല്ലറാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ജോയിൻ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ സെല്ലർ എന്ന് പറയുന്ന ഓപ്ഷനിൽ മൗസ് ഓവർ ചെയ്യുമ്പോൾ ക്രിയേറ്റ് എ സർവീസ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കിട്ടും, അതിൽ പ്രസ് ചെയ്യുക. ഏകദേശം ഇതുപോലുള്ള ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ഹെഡിങ് തന്നെയായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. ഐ വിൽ എന്നുള്ള ഈ ഒരു വേർഡ് വീണ്ടും നിങ്ങളിവിടെ ആഡ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരുപാട് പേര് ഇതിൽ സർവീസ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്രൂവ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് വാട്സപ്പിലൊക്കെ എനിക്ക് മെസ്സേജ് വിടുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഐ വിൽ എന്ന ഈ വേർഡ്സ് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഐ വിൽ ആഡ് ചെയ്ത ഒരു കാരണമാണ്. അതുമല്ലെങ്കിൽ ഇതിൽ പറയുന്ന അത്രയും മിനിമം വേർഡ്സ് നിങ്ങൾ എൻറ്റർ ചെയ്യാത്തത് കൊണ്ടാണ് അപ്രൂവ് ആകാത്തത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്യുന്ന ഈ ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് 536x374 ആയിരിക്കണം. ഫോട്ടോഷോപ്പിലിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ JPG ഓർ PNG ഫോർമാറ്റിലായിരിക്കണം, 2 MB കുറവായിരിക്കണം. അപ്പോൾ ഈ പറയുന്ന ക്രൈറ്റീരിയ എല്ലാം അപ്ലൈ ആക്കിയാൽ മാത്രമേ നിങ്ങളുടെ ഈ അക്കൗണ്ട് അപ്രൂവ് ആവുകയുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ ടൈറ്റിൽ ഏകദേശം ഐ വിൽ ഡിസൈൻ പ്രൊഫഷണൽ ബിസിനസ് കാർഡ് വിത്ത് അൺലിമിറ്റഡ് റിവിഷൻസ്. ഈ അൺലിമിറ്റഡ് റിവിഷൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുക്കാൻ പാടില്ല. കാരണം ഒരു സെല്ലർ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്ത് നിങ്ങളിപ്പോൾ വർക്ക് സബ്മിറ്റ് ചെയ്തു അല്ലെങ്കിൽ ഡെലിവറി ചെയ്തതിന് ശേഷം വീണ്ടും അദ്ദേഹം റിവിഷന് അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അൺലിമിറ്റഡ് റിവിഷൻ എന്നുള്ള വേർഡ് നിങ്ങൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഇദ്ദേഹം ഇപ്പോൾ അത്യാവശ്യം വർക്കൊക്കെ കിട്ടുന്ന ആളായത് കാരണമാണ് ഈ അൺലിമിറ്റഡ് റിവിഷൻസ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ മറ്റാരെങ്കിലും ഉണ്ടാകും, അതുകൊണ്ടാണ് ഈ അൺലിമിറ്റഡ് റിവിഷൻസ് കൊടുക്കുന്നത്. നിങ്ങൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല അത്.
നമുക്കിപ്പോൾ ഏകദേശം ഇതുപോലൊരു ടൈറ്റിൽ കൊടുക്കാം. ഐ വിൽ ക്രിയേറ്റ് എ സ്റ്റണ്ണിങ് ബിസിനസ് കാർഡ് ഫോർ യുവർ ബിസിനസ് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാം ഫോർ £5. ഈ കാണിക്കുന്ന ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഏൺ ചെയ്യുന്ന ഓരോ റിവ്യൂസിനും ക്രെഡിറ്റ് കൂടും. ആ ക്രെഡിറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഗിഗ് സർവീസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫൈവർ എന്നൊരു വെബ്സൈറ്റിൽ നമുക്ക് ഇപ്പോൾ ലെവൽ 2 ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം 20 ഗിഗ്സ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ 5 സ്കിഡിൽ ഈ പോയിൻറ്റ്സ് ലഭിക്കുന്നതനുസരിച്ച് എത്ര ഗിഗ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ £5 വെച്ചാണ് നിങ്ങൾ ഈ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 1 ക്രെഡിറ്റ് ഡിഡക്റ്റ് ആകും. ഇപ്പോൾ £10 നിങ്ങൾ ഇതിൽ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 2 ക്രെഡിറ്റ് ഡിഡക്റ്റ് ആവും. അതുപോലെ തന്നെ £20 3 ക്രെഡിറ്റ്, £50 4 ക്രെഡിറ്റ്. അപ്പോൾ ഈ ക്രെഡിറ്റ്സ് നിങ്ങൾ ഇപ്പോൾ ആദ്യം അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഇത്രയും ക്രെഡിറ്റ്സ് ഒന്നും നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവില്ല. ഇതെനിക്ക് അത്യാവശ്യം റിവ്യൂസ് എല്ലാം കിട്ടിയത് കാരണമാണ് ഈ ക്രെഡിറ്റ് ആഡായി വന്നിരിക്കുന്നത്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം തുടക്കത്തിൽ തന്നെ നമ്മൾ £5 മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം മെയിൻ കാറ്റഗറിയിൽ വന്നിട്ട് ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ, അതുപോലെ തന്നെ സബ് കാറ്റഗറിയിൽ ബിസിനസ് കാർഡ്സ്. ഓക്കെ, ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് അറിയാം എന്നുള്ള ആളുകൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ ഏൺ ചെയ്യാൻ പറ്റുന്നത്. ലോഗോ ഡിസൈൻ, ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ്, അതുപോലെ തന്നെ ബാനർ ആഡ് എല്ലാം, ബുക്ക് കവർ, ഫേസ്ബുക്ക് കവർ എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ബിസിനസ് കാർഡ്. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഒരു ഈ ഇമേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. കാരണം ആളുകൾ ഇപ്പോൾ ആദ്യം കാണുമ്പോൾ തന്നെ ഈ ഒരു ഇമേജ് ആയിരിക്കും നിങ്ങളുടെ സർവീസിനെ കുറിച്ച് വരുന്നത്. സോ ഇമേജിൻ്റെ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സൈസിലായിരിക്കണം. നിങ്ങൾക്കിപ്പോൾ ഗൂഗിളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇമേജ് എടുത്ത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാം. അധികം കോപ്പിറൈറ്റ് ഒന്നും വരാത്ത, അതായത് വളരെ ബ്രാൻഡിങ് ഒന്നും ആയിട്ടില്ലാത്ത ഇമേജസ് നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാം. വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഫൈവറിൻ്റെ അത്ര സ്ട്രിക്റ്റ് അല്ല 5 സ്കിഡ്. അതുപോലെ തന്നെ നിങ്ങളുടെ സർവീസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഇതിൽ അതിൻ്റെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ഓപ്ഷനാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് വരുന്നത്. ഈ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കിപ്പോൾ ഈ സെയിം തിങ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട് ഇതിൽ ആഡ് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് വായിച്ച് നോക്കിയിട്ട് മാത്രം ചെയ്യുക. ഇപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഓർഡർ എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യുക. ചില വേർഡ്സ് എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്ത് റീറൈറ്റ് ചെയ്ത് എഴുതുക. ഫൈവറിൻ്റെ അത്ര സ്ട്രിക്റ്റ് അല്ലാത്ത കാരണം കോപ്പിറൈറ്റ് പ്രശ്നം വരാൻ സാധ്യതയില്ല. എങ്കിലും നിങ്ങൾ ജസ്റ്റ് ചെറിയ രീതിയിലൊന്ന് റീറൈറ്റ് ചെയ്തെഴുതുക. ഏകദേശം ഇതുപോലത്തെ ഒരു ടെക്സ്റ്റ് തന്നെ ആയിരിക്കണം. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് ടു ബയർ എന്നുള്ള കോളത്തിൽ നിങ്ങൾക്ക് ബയർ എന്ത് ഇൻസ്ട്രക്ഷനാണ് തരേണ്ടത് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, അതിന് ആവശ്യമായ സംഭവങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ കൊടുക്കുക. ഒന്നില്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ, ലോഗോ, വെബ്സൈറ്റ് അഡ്രസ്സ്, അതായത് ഈ ബിസിനസ് കാർഡിൽ ആഡ് ചെയ്യാൻ എന്തൊക്കെ വേണം ആ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നിങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ ടാഗിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് കാർഡ്, അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈൻ, ഫ്ലയർ ഡിസൈൻ എന്ന് പറഞ്ഞ് അത്യാവശ്യം ടാഗുകളെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വളരെയധികം റാങ്കിങ് കിട്ടാനുള്ള ടാഗുകൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ keywordtool.io എന്ന വെബ്സൈറ്റ് എടുക്കുക. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ ബിസിനസ് കാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കൺട്രി US കൊടുക്കുക, അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് സെലക്ട് ചെയ്യുക, ഇംഗ്ലീഷ്. ദെൻ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഹൈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ടാഗ്സ് കിട്ടും. ബിസിനസ് കാർഡ് ടെംപ്ലേറ്റ്, ബിസിനസ് കാർഡ് മേക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ഏതെങ്കിലും കുറച്ച് ടാഗെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്യുക. വായിച്ച് നോക്കിയിട്ട് മാത്രം ചെയ്യുക. ഒന്നില്ലെങ്കിൽ ഈ ബിസിനസ് കാർഡ്സ് എന്ന് പറയുന്ന ടാഗ് എടുക്കാം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ടാഗിൻ്റെ സെക്ഷനിൽ വന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു കോമ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ടാഗായിട്ട് കൺവേർട്ട് ആവും. അതുപോലെ തന്നെ മറ്റൊരു ടാഗ് കൊടുക്കുക, ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ടൂളാണ്. ഇതിന് കീവേഡ് സെർച്ച് ചെയ്യാൻ അത്യാവശ്യം അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കീവേഡ്സ് തന്നെ യൂസ് ചെയ്യാം. ഗ്രാഫിക് ഡിസൈൻ ജോബ്സ്, ഗ്രാഫിക് ഡിസൈൻ ആർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും ആ ഒരു കീവേഡ് വെച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഗിഗ് പേജിലേക്ക് ഓട്ടോമാറ്റിക് വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കീവേഡ് സെർച്ചിങ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഇത് അധികം യൂസ് ചെയ്യാൻ അറിയാത്തവർ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് ടാഗ്സ് അടിച്ചു കൊടുക്കുക അവിടെ. അതായത് ഗ്രാഫിക് ഡിസൈൻ, ബിസിനസ് കാർഡ് ക്രിയേഷൻ, ബ്രാൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 4-5 ടാഗ്സ് ഇവിടെ കൊടുക്കുക. മിനിമം 3 ടാഗെങ്കിലും ഇവിടെ കൊടുക്കണം. അതിനുശേഷം ഡേയ്സ് ടു ഡെലിവർ, നിങ്ങൾക്ക് ഏകദേശം 3 ഡേ സെലക്ട് ചെയ്യാം. ദെൻ ആഡ് എക്സ്ട്രാസ്. ഇപ്പോൾ പുതിയ അക്കൗണ്ട് ആണെങ്കിൽ മിക്കവാറും ഈ എക്സ്ട്രാസ് ഉള്ള ഓപ്ഷൻ വരില്ല. എൻ്റെ ഇപ്പോൾ ഒരു പ്രോ അക്കൗണ്ട് ആയത് കാരണമാണ് ഈ ഓപ്ഷൻസ് എല്ലാം വരുന്നത്. അത് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുക. നമുക്കിവിടെ ഇപ്പോൾ വേണമെങ്കിൽ ഡേയ്സ് ടു ഡെലിവർ 3 days ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കിപ്പോൾ 1 day ഡെലിവറിക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു £10 ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ അത്യാവശ്യമുള്ള ആളുകൾ 1 day ഡെലിവറി സെലക്ട് ചെയ്യും. അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് £10 എക്സ്ട്രാ
പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ 5 പൗണ്ടിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മീഡിയം ക്വാളിറ്റി ബിസിനസ് കാർഡ് ആണെങ്കിൽ, ബിസിനസ് കാർഡ് ഡിസൈൻ ആണെങ്കിൽ, ഹൈ ക്വാളിറ്റി ബിസിനസ് കാർഡ് ഡിസൈനിന് നമുക്ക് എക്സ്ട്രാ ഒരു 10 പൗണ്ട് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ഡേ ഡെലിവറിയുടെ ഒരു എക്സ്ട്രാ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ട ഡയറക്റ്റ് ഈ ഓഫർ ആൻഡ് എക്സ്ട്രാ ഡെലിവറി എന്ന് പറയുന്ന ഈ ഒരു ടിക്ക് മാർക്ക് കൊടുത്ത് നമുക്കിവിടെ പ്രൈസ് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങളിപ്പോൾ ഹൈ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ ഹൈ ക്വാളിറ്റി ആയിട്ട് എക്സ്ട്രാ കൊടുക്കുക. ദെൻ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇത് റിവ്യൂ ചെയ്യും ഇവരുടെ കസ്റ്റമർ സപ്പോർട്ട് ടീം. അതിനുശേഷം മാത്രമേ അപ്രൂവൽ ആവുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സംഭവങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അപ്രൂവൽ ഇപ്പോൾ കിട്ടുള്ളൂ. അതായത് മെയിൻലി ഈ ഇമേജ്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ എല്ലാം മിനിമം വേർഡ്സിൽ കൂടുതൽ നിങ്ങൾ കൊടുക്കണം. ഇൻസ്ട്രക്ഷൻ ടു ബയർ, ടാഗ്സ് എല്ലാം കൊടുക്കണം. എന്നാൽ മാത്രമേ അപ്രൂവ് ആവുള്ളൂ. അപ്പോൾ ഈ സെയിം സംഭവം തന്നെ നിങ്ങൾക്ക് ഫൈവറിലും ചെയ്യാൻ സാധിക്കും. ഫൈവറിൽ കുറച്ചുകൂടി സെയിൽസ് കിട്ടാൻ സാധ്യതയുണ്ട്. ബിസിനസ് കാർഡ് എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്കിപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ബിസിനസ് കാർഡ്സ് എല്ലാം കാണാൻ സാധിക്കും ഇവിടെ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഫൈവറിൽ വന്നിട്ട് ഇതിലുള്ള സെല്ലറിൻ്റെ ഏതെങ്കിലും ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ 5 സ്ക്വഡിലും കൊടുക്കാം. യാതൊരു പ്രശ്നവും വരില്ല. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് കാർഡ്സ് ചെയ്യാൻ അറിയാവുന്നവർ തീർച്ചയായിട്ടും ഈ 2 വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. $15 ബേസിക്. അപ്പോൾ അതും ടോപ്പ് റേറ്റഡ് സെല്ലറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വർക്ക് കിട്ടുന്ന ഒരു സെല്ലറാണ്. ഇത് ഫൈവറിലേതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ ഇപ്പോൾ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ബേസിക് ഫോട്ടോഷോപ്പ് അറിയാവുന്ന ആളുകൾക്കും വളരെ പെട്ടെന്ന് തന്നെ ഒരു മിനിമം $1000 മാസം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ തീർച്ചയായിട്ടും ഗ്രാഫിക് ഡിസൈനിങ് ബേസ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്താൽ ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഗ്രാഫിക് ഡിസൈനിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മാസത്തെ കോഴ്സൊക്കെ ഉണ്ടാവും. ഫോട്ടോഷോപ്പ് ബേസിക്സ് പഠിപ്പിക്കുന്ന കോഴ്സുകൾ അത് പോയി അറ്റൻഡ് ചെയ്യുക. വളരെ തുച്ഛമായ ഫീസ് ഉണ്ടാവുള്ളൂ. അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ, അതായത് വളരെയധികം ഡിസൈൻ സ്കിൽസ് ഒന്നും ഇല്ലാതെ തന്നെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള സർവീസുകൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര റിസ്ക് ഉള്ള പണിയൊന്നുമില്ല ഈ ഗ്രാഫിക് ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് എല്ലാം. മിക്ക ആളുകളും ടെംപ്ലേറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പുതിയതായിട്ട് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും ആളുകൾക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം ആളുകളും ടെംപ്ലേറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കളർ വേരിയേഷൻസോ അല്ലെങ്കിൽ മറ്റുള്ള ഡിസൈൻ എലമെൻറ്റ്സ് ആഡ് ചെയ്യാനോ അറിയാം എന്നുണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിൻ്റാണ്. നിങ്ങൾക്ക് കൂടുതൽ വർക്ക് കിട്ടാനുള്ള ചാൻസും ലഭിക്കും. ഇപ്പോൾ ഇതുപോലുള്ള ഡിസൈൻസ് എല്ലാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇതെല്ലാം സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് ക്രിയേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ canva.com എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ കോപ്പി റൈറ്റഡ് ആയിട്ടുള്ള എത്ര ബിസിനസ് കാർഡ്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. canva.com. ഇതിൽ നിങ്ങൾ ഡിസൈൻ എനിത്തിങ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് ബിസിനസ് കാർഡ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ബിസിനസ് കാർഡ് 2 ടൈപ്പ് ബിസിനസ് കാർഡ് നിങ്ങൾക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ. ഇപ്പോൾ ഇതെല്ലാം ഈ canva.com എന്ന് പറയുന്ന വെബ്സൈറ്റ് യാതൊരു കോപ്പിറൈറ്റ് പ്രശ്നവുമില്ലാത്ത വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് എത്ര യൂസ് വേണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് റീസെല് ചെയ്യാനൊക്കെ സാധിക്കും ഇതിൽ ഡിസൈൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ബിസിനസ് കാർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് കാർഡ് അവിടെ വരും. ഇതിൻ്റെ സൈസ് ഒന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള വാട്ടർമാർക്കുള്ള ടെംപ്ലേറ്റ് നിങ്ങൾ എടുക്കാൻ പാടില്ല. വാട്ടർമാർക്കുള്ള ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്യാൻവ എന്ന് പറയുന്ന ആ ലോഗോയുടെ വാട്ടർമാർക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലുള്ള ഇത് പ്രീമിയം സെക്ഷനാണ്. അപ്പോൾ വാട്ടർമാർക്കുള്ള ഇമേജസ് നിങ്ങൾ എടുക്കാൻ പാടില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഇമേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ മൗസ് ഇവിടെ വെക്കുമ്പോൾ തന്നെ താഴെ കാണും ഫ്രീ എന്ന് പറയുന്നത്. ഫ്രീ ആയിട്ടുള്ള ഇമേജസ് മാത്രം നിങ്ങൾക്ക് എടുക്കുക. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ ഇതെല്ലാം മിക്കതും ഫ്രീ ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, ഇതെല്ലാം ഫ്രീ ആണ്. ഇതൊക്കെ നല്ല പ്രൊഫഷണലി ടച്ചുള്ള ബിസിനസ് കാർഡ്സൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. താഴെ ഇതുപോലെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ ബിസിനസ് കാർഡിൻ്റെ ബാക്ക് സൈഡ് ഉണ്ട്. അതും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ടൈപ്പ് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ടെക്സ്റ്റ് കൂടുതൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ എൻ്റർ ചെയ്തിട്ട് വീണ്ടും ടെക്സ്റ്റ് ആഡ് ചെയ്യാം, അഡ്രസ്സ് കൊടുക്കാം, ഫോൺ നമ്പർ ആഡ് ചെയ്യാം, എല്ലാം ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇതിൽ സേവ് ചെയ്യാം, അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മുകളിലുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. PDF പ്രിൻറ്റ്
അതായത് നമുക്കിപ്പോൾ ബിസിനസ് കാർഡ്സ് മെയിൻലി യൂസ് ചെയ്യുന്നത് പ്രിൻറ്റിംഗ് ഓപ്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രിൻറ്റ് PDF എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് എടുക്കാം, നമുക്ക് ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഫോട്ടോഷോപ്പ് അറിയില്ല എന്നുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സെക്ഷൻ കൂടി യൂസ് ചെയ്യുക. canva.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ബിസിനസ് കാർഡിന് വേണ്ടി യൂസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യാതൊരു പ്രോബ്ലവും ഇല്ലാതെ ഈ ഒരു ബിസിനസ് കാർഡ് സൈസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, വളരെ വലിയ സൈസാണിത്. നല്ല ക്വാളിറ്റിയുള്ള സൈസിൽ ബിസിനസ് കാർഡ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷൻ സെലക്ട് ചെയ്യുക, വീണ്ടും ഡൗൺലോഡ് കൊടുക്കുക. ഓക്കെ, ഡൗൺലോഡ് ആയതിനു ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്ത ബിസിനസ് കാർഡ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൈസ് നമുക്ക് ജസ്റ്റ് താഴെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും. നല്ല ക്ലാരിറ്റിയുള്ള ബിസിനസ് കാർഡ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോട്ടോഷോപ്പ് അറിയില്ല എന്നുള്ള ആളുകളുണ്ടെങ്കിൽ ഈ canva.com എന്ന് പറയുന്ന വെബ്സൈറ്റ് കൂടി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ഈ ഒരു സർവീസ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു $1000 നിങ്ങൾക്ക് മാസം ലഭിക്കും. തീർച്ചയാണത് വെറുതെ പറയുന്നതല്ല. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സർവീസുകളൊക്കെയാണ് ഈ ഗ്രാഫിക് ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഈ $1000 എബോവ് എനിക്ക് ആദ്യത്തെ സ്റ്റേജിലെല്ലാം ഫൈവറിൽ നിന്നും 5 സ്കിഡിൽ നിന്നുള്ള എല്ലാം കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.